നമസ്കാരം. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ പ്രണാമങ്ങൾ. നമ്മുടെ ഓം അമൃതേശ്വരിയെ നമഃ. നമ്മുടെ കൽപ്പറ്റയിലെ എടഗുനി എന്ന സ്ഥലത്ത് അമ്മയുടെ ആശ്രമത്തിൻ്റെ സ്ഥലത്തുള്ള എടഗുനി ശിവക്ഷേത്രം വളരെയധികം വർഷങ്ങളായിട്ട് അത് ജീർണോദ്ധാരണമൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. ഒരുപാട് ഭക്തജനങ്ങൾ അത് നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ അമ്മയ്ക്ക് സമർപ്പിച്ചു. അതിനുവേണ്ടി കുറേ ആളുകൾ പ്രയത്നിച്ചു. വളരെ പുരാതനമായ ഒരു ശിവലിംഗവും അത് മനോഹരമായൊരു ക്ഷേത്രമാണ്. നമ്മുടെ ആ പ്രദേശത്തുള്ള മനോഹരമായ ഒരു സ്ഥലത്താണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഏതായാലും അമ്മയുടെ സന്ദേശം ലഭിച്ചു. അമ്മ അത് പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചു. ഡിസംബർ 7-ന് അതിൻ്റെ പ്രാരംഭ ചടങ്ങുകൾ നടക്കുകയാണ്. അന്ന് മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, നവകലശം തുടങ്ങിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ആദ്യമായിട്ട് പ്രാരംഭമായിട്ട് ചെയ്തുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ നവീകരണം, ആ നാട്ടിന് ഒരു ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം നശിച്ചു കിടന്നാൽ ആ നാട്ടിൽ അവർക്കാണ് അതിന് ദോഷം. അതുപോലെ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ആ ഗ്രാമത്തിന് മുഴുവൻ ലഭിക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ശിവഭഗവാന്റെ എടഗുനി ശിവക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടുന്നതിൽ എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാവണം. ഡിസംബർ 7-ന് നടക്കുന്ന പൂജകളിലൊക്കെ പങ്കെടുത്ത് എല്ലാവരുടെയും അനുഗ്രഹം ഭഗവാൻ പ്രസാദിക്കട്ടെ. നമ്മുടെ പല ആളുകളും പറയാറുണ്ട്, ഒരുപാട് കുടുംബങ്ങളിൽ ആ ക്ഷേത്രത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ദോഷമുണ്ട്, വിഷമങ്ങളുണ്ട്. അതെല്ലാം മാറി ഭഗവാൻ ഒരു അനുഗ്രഹ വർഷിക്കുന്ന വലിയൊരു ശക്തി ആയിട്ട്, ഊർജമായിട്ട് മാറട്ടെ. നമുക്കെല്ലാവർക്കും അതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം നമഃ ശിവായ. അമൃതേശ്വരി.